ഉത്തർപ്രദേശിൽ ബി.ജെ.പിയുടെ അടിവേരിളകി തുടങ്ങിയിരിക്കുന്നുവെന്നാണ് സമാജ്വാദി പാർട്ടി നേതാവായിട്ടുള്ള അഖിലേഷ് യാദവ് പറഞ്ഞിരിക്കുന്നത്. ഇത്തവണ ബി.ജെ.പി 30 സീറ്റ് പോലും തികച്ച് ഉത്തർപ്രദേശിൽ നിന്നും നേടിയെടുക്കില്ല. അതിന് ഞങ്ങൾ ഇന്ത്യ മുന്നണി ഗ്യാരണ്ടിയാണ്. സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ചേർന്ന് അരക്കില്ലം തീർത്തിരിക്കുകയാണെന്നും ഈ അരക്കില്ലത്തിൽ നിന്നും ബി.ജെ.പിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നും ബി.ജെ.പി ഇത്രയും നാൾ എങ്ങനെയാണ് സീറ്റുകൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരുന്നതെന്ന് ഏവർക്കും അറിയാം. ധ്രുവീകരണ മന്ത്രമാണ് അവർ ലക്ഷ്യമിട്ടത്. പക്ഷേ ആ ധ്രുവീകരണം ഇത്തവണ വില പോകില്ല എന്ന് കൃത്യമായി തന്നെ ഞാൻ പറയട്ടെ. കനൗജിൽ നിന്ന് ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക കൂടി ചെയ്യുന്ന അഖിലേഷ് യാദവിൻ്റെ വലിയ രീതിയിലുള്ള കോൺഫിഡൻസ് ആണ് ഇന്ത്യ മുന്നണിക്ക് ഏറ്റവും വലിയ ശക്തി. രാഹുൽ ഗാന്ധി ഇക്കുറി റായ്ബറേലിയിൽ നിന്നും റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുമെന്നും അഖിലേഷ് പറഞ്ഞിരിക്കുന്നു. അമേഠിയും അവർ ജയിക്കുക തന്നെ ചെയ്യും. കോൺഗ്രസിന് അഭിമാനാർഹമായ വിജയം ഒരുക്കുകയും സമാജ്വാദി പാർട്ടിക്ക് ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത മുന്നേറ്റം കൃത്യമായി ഉറപ്പിക്കുകയും ചെയ്യുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇത് എന്ന് അഖിലേഷ് യാദവ് മാധ്യമങ്ങളോട് പറയുകയാണ്. കൃത്യമായി വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ ഗണ്യമായ വർധനവുണ്ടാകും. കഴിഞ്ഞ തവണ സമാജ്വാദി പാർട്ടി ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചപ്പോൾ ലഭിച്ചത് 32% വോട്ടാണ്. ഇക്കുറി ഇന്ത്യ മുന്നണി ഒരുമിച്ച് നിൽക്കുമ്പോൾ കൃത്യമായും 50%-ലേറെ വോട്ട് ഷെയർ ഞങ്ങൾ നേടിയെടുക്കും. ബി.ജെ.പിക്ക് 40% ഷെയർ പോലും ലഭിക്കുകയില്ലാത്ത രീതിയിലേക്കായിരിക്കും കാര്യങ്ങളുടെ പോക്ക്. ബി.ജെ.പി കൃത്യമായും ക്ഷേത്ര വിഷയങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട്, അതായത് ഒരു വിഭാഗത്തെ മാത്രം അവരിലേക്ക് ആകർഷിക്കപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പറയുന്നു. അടിസ്ഥാന സൗകര്യങ്ങളെ പറ്റിയോ വികസനത്തെ പറ്റിയോ അല്ല അവർക്ക് ചർച്ച. അത് ചർച്ചയാക്കുന്നത് ചില ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രം. അത് ഞങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ വിഭജിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ബി.ജെ.പി. അതൊരിക്കലും നടക്കില്ല. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഇന്ത്യയെ വിഭജിക്കുന്ന ഈ വിഭജന തന്ത്രം അത് ഒരിക്കലും വർക്കൗട്ടാകാൻ പോകുന്നില്ല. ഞങ്ങളുടെ പാർട്ടിയെ പറ്റി വലിയ തോതിൽ അത്തരം പരാമർശം നടത്തിയാണ് ബി.ജെ.പി ജയിച്ചു കൊണ്ടേയിരുന്നത്. എന്നാൽ ഇക്കുറി ഞങ്ങൾ അതെല്ലാം മാറ്റിമറിച്ചു. അത്തരത്തിൽ എന്തെങ്കിലും രീതിയിൽ പോരായ്മ ഉണ്ടെങ്കിൽ അത് മാറ്റി തന്നെയാണ് സ്ഥാനാർത്ഥി നിർണയം നിശ്ചയിച്ചിരിക്കുന്നത്. ബി.ജെ.പിക്ക് ഒരു രീതിയിലും കുറ്റം കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിൽ. പക്ഷേ ദോഷൈക ദൃക്കുള്ളവർ വീണ്ടും വീണ്ടും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ജനങ്ങൾ തൃണവൽഗണിക്കും. ജനങ്ങൾക്കിപ്പോൾ കൃത്യമായും നേതാജിയുടെ, അതായത് മുലായം സിംഗിൻ്റെ കൃത്യമായ രാഷ്ട്രീയ വീക്ഷണം തന്നെയാണ് ഉള്ളത്. മണ്ഡൽ കമ്മീഷൻ വന്നതിന് ശേഷം സമാജ്വാദി പാർട്ടിക്ക് കിട്ടിയ വലിയ രീതിയിലുള്ള നേട്ടങ്ങളുണ്ട്. അതിനേക്കാളൊക്കെ വിലമതിപ്പുള്ള ഒരു നേട്ടമായിരിക്കും കോൺഗ്രസുമായി ചേർന്നുള്ള ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലേതെന്ന് അഖിലേഷ് യാദവ് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു.